ഹലോ മക്കളെ, അപ്പൊ നമ്മൾ വിമൻ കാസ്റ്റ് ആൻഡ് റിഫോം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ വിമൻ ഇൻഇക്വാലിറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു, കാസ്റ്റ് ഇൻഇക്വാലിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്തു അല്ലെ. ഒത്തിരി മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നോൺ ബ്രാഹ്മിൻ മൂവ്മെന്റിനെ പറ്റിയിട്ടാണ്. നോൺ ബ്രാഹ്മിൻ മൂവ്മെന്റ്. Okay, so in the early 19th century, the non-Brahman movement started. എപ്പോഴാണ്? early 19th century early 20th century. അപ്പം 1990s ഒക്കെ തുടങ്ങും അല്ലെ, 1901 ആ ഒരു ടൈം. early 19th century, the non-Brahman movement started. Initiative came from those non-Brahman castes that had acquired access to education, wealth, and influence. They argued that Brahmins were heirs of Aryan invaders from north who had conquered southern lands from the original inhabitants of the region, the indigenous Dravidian races. They also challenged the Brahmanical claims to power. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ നോൺ ബ്രാഹ്മൺ മൂവ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് ഇനീഷ്യേറ്റീവ് കെയിം ഫ്രം ദോസ് നോൺ ബ്രാഹ്മൺ കാസ്റ്റ് ദാറ്റ് ഹാഡ് അക്വയർഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ അല്ലെ. നന്നായിട്ട് വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒത്തിരി പൈസയൊക്കെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഒക്കെ ആയിട്ടുള്ള നോൺ ബ്രാഹ്മിൻസ്, അവരാണ് ശരിക്കും മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബ്രാഹ്മിൻസ് വാസ് ഹെയർസ് ഓഫ് ആര്യൻ ഇൻവേഡേഴ്സ് അല്ലെ, ആര്യന്മാരുടെ ഒരു തുടർച്ചയായിട്ട് വരുന്നതാണ്. ഫ്രം ദ നോർത്ത് ഹു ഹാഡ് കൺകേർഡ് സദേൺ ലാൻഡ് ഫ്രം ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ്. നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലെ, ആര്യന്മാര് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർ വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ഡിഫീറ്റ് ചെയ്തു. ആൻഡ് conquered the southern lands from the original inhabitants of the region, the indigenous Dravidian races. They also challenged Brahmanical claims to power. അപ്പം അല്ലെ, പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ എന്ത് ചെയ്തു? ഡിഫീറ്റ് ചെയ്തിട്ടാണ് അവരുടെ പവർ, അവർ സുപ്പീരിയർ ആയിട്ട് പിന്നീട് അങ്ങനെയാണോ വരുന്നത്. സോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നോൺ ബ്രാഹ്മിൻ മൂവ്മെന്റ് ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് E.V. Ramaswamy Naikar or Periyar, as he was called, came from a middle class family. ആരാണ്? E.V. Ramaswamy Naikar. Interestingly, he had been an ascetic in his early life and had studied Sanskrit scriptures carefully. അദ്ദേഹം എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. Later, he became a member of the Congress, only to leave it in disgust when he found that at a feast organized by nationalists, seating arrangements followed caste distinctions. That is, the lower caste were made to sit at a distance from the upper caste. അപ്പം ഈ ഒരു ഫംഗ്ഷനിൽ എന്താണ്? ലോവർ കാസ്റ്റ് എവിടെ ഇരിക്കണം? അപ്പർ കാസ്റ്റിന് കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ലോവർ കാസ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം convinced that untouchables had to fight for their dignity, Periyar founded the self-respect movement. എന്താണ്? സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ആരാണ്? പെരിയാർ അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ? E.V. Ramaswamy Naikar. Self-respect movement. He argued that untouchables were the true upholders of an original Tamil and Dravidian culture. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ അൺടച്ചബിൾസ് എന്ന് പറയുന്ന ആൾക്കാരാണ് യഥാർത്ഥ തമിഴ് ദ്രാവിഡിയൻ കൾച്ചറിന്റെ ആ ഒരു പരമ്പര കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ. ബാക്കിയുള്ളത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. which had been subjugated by Brahmanas. അപ്പൊ അത് അവരെ ബ്രാഹ്മണാസ് സബ്ജുഗേറ്റ് ചെയ്യുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. And he felt that all religious authorities saw social divisions and inequality as God-given. അല്ലെ, എന്താണ്? എല്ലാ റിലീജിയസ് ആയിട്ട് ഇപ്പൊ ഏത് റിലീജിയൻ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദുയിസം തന്നെയാണെങ്കിലും എല്ലാ റിലീജിയസ് അതോറിറ്റീസും എന്താണ് പറയുന്നത്? ഇത്തരത്തിലുള്ള സോഷ്യൽ ഡിവിഷൻസ് ആൻഡ് ഇനീക്വാലിറ്റി അല്ലെ, ഹയർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നൊക്കെയുള്ള ഡിവിഷൻ ദൈവം തന്നിട്ട് ദൈവനിശ്ചയമാണ്, അല്ലെങ്കിൽ ദൈവം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ആൻഡ് untouchables had to free themselves therefore from all religions in order to achieve
social equality. Periyar was an outspoken critic of Hindu scriptures, especially the Gods of Manu. Gods of Manu, the ancient lawgiver, and the Bhagavad Gita and the Ramayana. He said that these texts had been used to establish the authority of Brahmans over lower caste and the domination of men over women. അപ്പൊ അദ്ദേഹം എന്തായിരുന്നു, ഇത്ര ആൻഷ്യൻ ടെക്സ്റ്റിന്റെ ഒരു ക്രിട്ടിക് ആയിരുന്നു അല്ലെ. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് അയാൾ എന്താ പറയുന്നത്, ലോഗിബർ ആയിട്ട് ഗോഡ്സ് ഓഫ് മനു ആയിക്കോട്ടെ, ഭഗവത്ഗീത, രാമായണം എല്ലാം വായിച്ച സമയത്ത് അദ്ദേഹം ഒരു സാൻസ്ക്രിറ്റിൽ സാൻസ്ക്രിറ്റ് സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുന്ന ആളായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഇതെല്ലാം ടെക്സ്റ്റ് വായിച്ചിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്, ദീസ് ടെക്സ്റ്റ് ഹാഡ് ബീൻ യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ദി അതോറിറ്റി ഓഫ് ബ്രാഹ്മൺസ് ഓവർ ലോവർ കാസ്റ്റ്. അപ്പം ഇത്തരം ഈ ഒരു ടെക്സ്റ്റ് ഒക്കെ വായിച്ചിട്ടാണ് ലാസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രാഹ്മൺസ് അതോറിറ്റി അല്ലെ, ടോപ്പ് ക്ലാസ് അല്ലെങ്കിൽ ഹയർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡൊമിനേഷൻ ഓഫ് മെൻ ഓവർ വിമൻ അല്ലെ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്ന ഒരു സമൂഹമാക്കി വളർത്തിയത്, അതിനൊക്കെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകൾക്കൊക്കെ എന്തുണ്ട്, കോൺട്രിബ്യൂഷൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. These assertions did not go unchallenged. The forceful speeches, writings and movements of lower caste leaders did led to rethinking and some self-criticism among upper caste nationalist leaders. അപ്പം ഇത്തരം സ്പീച്ചുകൾ, റൈറ്റിങ്സ്, അതുപോലെ തന്നെ മൂവ്മെന്റ്സ് അല്ലെ, ഈ ലോവർ കാസ്റ്റിന്റെ ലീഡേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരം സ്പീച്ച്, റൈറ്റിങ്സ്, ഇത്തരം ക്രിറ്റിസിസംസ് എല്ലാം അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാര് ഒന്ന് നോക്കിയ സമയത്ത് അവരും കുറച്ച് എന്ത് ചെയ്തു, ലീഡ് ടു റീതിങ്കിങ് അല്ലെ, അവർ കുറച്ചും കൂടി ഒന്ന് ആലോചിക്കേണ്ടതായിട്ട് വന്നു അല്ലെ, ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നൊക്കെ അവരൊന്നും കൂടെ റീതിങ്ക് ചെയ്തൊന്ന് റിവൈസ് ചെയ്യേണ്ടി വന്നു. But Orthodox Hindu society also reacted by founding Sanatana Dharma Sabhas and the Bharata Dharma Mahamandal in the north and association like the Brahman Sabha in Bengal. അപ്പം ഓർത്തഡോക്സ് ഹിന്ദു സൊസൈറ്റി ഓൾസോ റിയാക്ടഡ് ബൈ ഫൗണ്ടിങ് എന്താണ്, സനാതന ധർമ്മ സഭാസ്, ഭാരത് ധർമ്മ മഹാമണ്ഡൽ ആൻഡ് ബ്രാഹ്മൺ സഭ ഇൻ ബംഗാൾ. അപ്പൊ അവര് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, ഓർത്തഡോക്സ് ഹിന്ദു സൊസൈറ്റി ഫോം ചെയ്തതാണ്. ഒബ്ജക്ട് ഓഫ് ദീസ് അസോസിയേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരം ഈ പറഞ്ഞിരിക്കുന്ന സനാതന ധർമ്മ അല്ലെങ്കിൽ ഭാരത് ധർമ്മ അല്ലെങ്കിൽ ബ്രാഹ്മൺ സഭയൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്? എന്തായിരുന്നു അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ടു uphold the caste distinction as a cornerstone of Hinduism and show how this was sanctified by scriptures. അല്ലെ, അവരല്ലേ എപ്പോഴും എന്താണ്, ഓർത്തഡോക്സ് ഹിന്ദുസ് ആണ് അല്ലെ, അവരെന്താണ്, അവർ ഈ കാസ്റ്റ് സിസ്റ്റത്തിനെ അപ്ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് അല്ലെ, കാസ്റ്റിനെ പൊക്കി പറയാൻ വേണ്ടിട്ട് അല്ലെ, കാസ്റ്റ് സിസ്റ്റത്തിനെ അവർ ആ ഒരു ഡിസ്ക്രിമിനേഷൻ അങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് സനാതന ധർമ്മ സഭാസ്, ഭാരത് ധർമ്മ മഹാമണ്ഡല, ബ്രാഹ്മൺ സഭയൊക്കെ ഫോം ചെയ്തത്. Debates and struggles over caste continued beyond the colonial period and are still going on in our own times എന്ന് പറയുന്നത്. അപ്പം കൊളോണിയൽ പീരീഡ് കഴിഞ്ഞു, ഇൻഡിപെൻഡൻസ് കിട്ടി, അപ്പോഴും പിന്നീടും കാസ്റ്റിൻ്റെതായിട്ടുള്ള പല ഡിസ്ക്രിമിനേഷൻസ് അവിടെ ഇവിടെയായിട്ട് കാണാൻ പറ്റും. ഇന്നത്തെ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. പക്ഷേ ഇന്നത് ലീഗലി ഭയങ്കര പണിഷബിൾ ഒഫൻസ് ആണ് കാസ്റ്റിന്റെ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗനൈസിംഗ് ഫോർ റീഫോം ദ ബ്രഹ്മ സമാജ്. ഓക്കെ, ബ്രഹ്മ സമാജിനെ പറ്റിയിട്ടാണ്. ദ ബ്രഹ്മ സമാജ് ഫോംഡ് ഇൻ 1830 prohibited all forms of idolatry and sacrifice believed in the Upanishad and forbade its members from criticizing other religious practices. It critically drew upon the ideals of religions, especially of Hinduism and Christianity, looking at their negative and positive dimensions.
Next, Derizio and Young Bengal. Ara Derizio? Henry Louis Vivian Derizio, a teacher at Hindu College, Calcutta, in the 1820s, promoted radical ideas and encouraged his pupils to question all authority. Referred to as the Young Bengal Movement. എന്താണ്? Young Bengal Movement. His students attacked tradition and custom, demanded education for women, and campaigned for the freedom of thought and expression. അപ്പം ആരാണ് ഡെറോസിയോ എന്ന് പറയുന്നത്? 1820s ടീച്ചർ അറ്റ് ഹിന്ദു കോളേജ് കൽക്കട്ടയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? റാഡിക്കൽ ഐഡിയാസ് അല്ലെ, അദ്ദേഹത്തിന്റെ കുട്ടികളെടുത്ത് എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവരുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹിസ് സ്റ്റുഡൻസ് എന്ത് ചെയ്തു? ട്രഡീഷണൽ ആയിട്ടുള്ള കസ്റ്റംസിനൊക്കെ അറ്റാക്ക് ചെയ്തു അല്ലെ. അപ്പോൾ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, അതുപോലെ തന്നെ അല്ലെ ഫ്രീഡം ഓഫ് തോട്ട് അല്ലെ, നമുക്ക് തോട്ടിന് ചിന്തിക്കാൻ ചിന്താ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഒക്കെ ഉള്ള ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള മൂവ്മെന്റ്സിനാണ് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് രാമകൃഷ്ണ മിഷൻ ആൻഡ് സ്വാമി വിവേകാനന്ദ. കേട്ടിട്ടുണ്ട് അല്ലെ? സ്വാമി വിവേകാനന്ദനെ കേട്ടിട്ടില്ലേ? യെസ്. സോ നെയ്മഡ് ആഫ്റ്റർ രാമകൃഷ്ണ പരമഹംസ, സ്വാമി വിവേകാനന്ദാസ് ഗുരു. The Ramakrishna mission stressed the ideal of salvation through social service and selfless action. എങ്ങനെയാണ് വിവേകാനന്ദന്റെ ഗുരു ആയിട്ടുള്ള പരമഹംസൻ എന്താണ് പറയുന്നത്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്താണ് പറയുന്നത്? സാൽവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? സോഷ്യൽ സർവീസ് ആണ് ചെയ്യേണ്ടത് അല്ലെ, സാമൂഹ്യ സേവനം ചെയ്യണം അല്ലെ, ആൾക്കാർക്ക് നല്ലത് ചെയ്യാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ, സെൽഫ്ലെസ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. And Swami Vivekananda's, whose original name was Narendra Nath Datta, combined the simple teachings of Sri Ramakrishna with his well-founded modern outlook and spread them all over the world. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ടീച്ചിങ്സ് ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താണ് മൊത്തം ലോകത്തേക്ക് ഈ ഒരു ഐഡിയ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ്സ് നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. After hearing him, the World Parliament of Religions at Chicago in 1893, the New York Herald reported, "We feel how foolish it is to send missionaries to this learned nation." Indeed, Swami Vivekananda was the first Indian in modern times who re-established the spiritual preeminence of Vedanta philosophy on a global scale. അപ്പം ഈ സ്വാമി വിവേകാനന്ദനാണ് അദ്ദേഹത്തിന്റെ ഐഡിയാസ് എന്താണ് വേൾഡ് വൈഡ് എന്തായിരുന്നു? ഫേമസ് ആയിരുന്നു. ലോകത്തിൽ മൊത്തം അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഫേമസ് ആയിരുന്നു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? We feel how foolish it is to send missionaries to this learned nation എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay. So this is the image of Swami Vivekananda അല്ലേ? But his mission was not simply to talk of religion. He was extremely pained at the poverty. അപ്പം റിലീജിയന്റെ ബേസിസിൽ മാത്രമായിരുന്നില്ല, അദ്ദേഹം അല്ലെ പോവർട്ടി, ദാരിദ്ര്യത്തിന് വേണ്ടിയിട്ടും ആൻഡ് ദ മിസറി ഓഫ് ഹിസ് കൺട്രിമെൻ. He firmly believed that any reform could become successful only by uplifting the condition of the masses. അല്ലെ, നമ്മൾ ഏതൊരു റിഫോർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ കണ്ടീഷൻ നമ്മൾ ബെറ്റർ ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. Therefore, his clarion call of the people of India was to rise above the narrow confines of their religion of the kitchen and come together in the service of the nation. By sending out this call, he made a signal contribution to the nascent nationalism of India. His sense of nationalism was, however, not narrow in its conception. He was convinced that many of the problems facing the mankind could only be overcome if the nations of the world
if the nations of the world come together on an equal footing. അല്ലെ? അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മനുഷ്യന്മാര് മൊത്തത്തിൽ അല്ലെ, ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഒത്തിരി ഇഷ്യൂസ്, ഒത്തിരി സ്ട്രഗിൾ നടക്കുന്നുണ്ട്. അതിലെല്ലാം പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് മുന്നോട്ടേക്ക് വരണം അല്ലെ. Therefore, his exhortation to the youth was to unite on the basis of a common spiritual heritage. And this exhortation, he became truly the symbol of a new spirit and a source of strength for the future. അപ്പൊ നമ്മൾ എന്ത് ചേഞ്ച് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ടേക്ക് വരണം. എങ്കിലും മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം കിച്ചൺ എന്നല്ല, അവർ നാഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രാർത്ഥനാ സമാജാണ്. പ്രാർത്ഥനാ സമാജ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലേ പേര്? ഓക്കെ, പ്രാർത്ഥനാ സമാജ് established in 1867 at Bombay. The Prarthana Samaj sought to remove caste restrictions, abolish child marriage, encourage the education of women, and end the ban on widow remarriage. അപ്പം എന്തൊക്കെ എയിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ പ്രാർത്ഥനാ സമാജിന്? ഒന്ന്, കാസ്റ്റ് റെസ്ട്രിക്ഷൻസ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട്, വിഡോ റീമാരേജിന് വേണ്ടിയിട്ട് അല്ലെ, ചൈൽഡ് മാരേജ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫീമെയിൽസിന്, വിമൻസിന് എഡ്യൂക്കേഷൻ അല്ലെ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒത്തിരി ആശയങ്ങളായിരുന്നു പ്രാർത്ഥനാ സമാജിന് ഉണ്ടായിരുന്നത്. Its religious meetings drew upon Hindu, Buddhist and Christian texts. Veda Samaj, established in Madras in 1864, the Veda Samaj was inspired by the Brahma Samaj. It worked to abolish എന്തൊക്കെയായിരുന്നു? നിങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ ഓർഗനൈസേഷൻസ്, ഇത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളില്ലേ, ഈ ബ്രഹ്മ സമാജ്, പ്രാർത്ഥനാ സമാജ് ഒക്കെ വരുന്നില്ലേ, ഇതൊക്കെ ആരാണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏത് വർഷത്തിലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്? അതുപോലെ തന്നെ അവരുടെ ഫംഗ്ഷൻ, അവരുടെ ടാർഗറ്റ് എന്തായിരുന്നു? അവർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൂടുതലായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ഓർത്തു വെക്കണം. സോ ഇത് മദ്രാസിൽ, ചെന്നൈ, ഇന്നത്തെ ചെന്നൈ ആണ് അല്ലെ, ചെന്നൈ in 1864. The Veda Samaj was inspired by the Brahma Samaj. It works to abolish caste distinction and promote widow remarriage and women education. Its members believed in one God. അപ്പം വേദ സമാജ് ആ ഒരു ദൈവത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു. They condemned the superstitious and rituals of Orthodox Hinduism. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നതാണ് അലിഗർ മൂവ്മെന്റ്. അലിഗർ മൂവ്മെന്റ് എന്തായിരുന്നു? അലിഗർ മൂവ്മെന്റ് the Mohammedan Anglo-Oriental College founded by Sayyid Ahmad Khan. Mohammedan Anglo-Oriental College ആരാ ഫോം ചെയ്തിട്ടുള്ളത്? Sayyid Ahmad Khan in 1875 at Aligarh, later become the Aligarh Muslim University. Okay, അപ്പം അതെന്താണ് അറിയപ്പെടുന്നത്? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. Institution offered modern education including Western science to Muslims. അപ്പം മുസ്ലിംസിന് വേണ്ടിയിട്ട് അല്ലെ, പെർട്ടിക്കുലർലി മുസ്ലിംസിന് വേണ്ടിയിട്ടാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ പേരെന്തായിരുന്നു? അലിഗർ മൂവ്മെന്റ് അല്ലെ, അലിഗർ Mohammedan Anglo-Oriental College. And the Aligarh movement, as it is known, had an enormous impact in the area of educational reform. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഏതാണ്? സിംഗ് സഭ മൂവ്മെന്റ്. ഏതാണ്? സിംഗ് സഭ മൂവ്മെന്റ്. ഇവിടെ എന്താ പറയുന്നത്? Reform organizations of the Sikhs. The first Singh Sabhas were formed at എവിടെയാണ്? അമൃത്സർ. ഏത് വർഷമാണ്? 1873. ആൻഡ് അറ്റ് ലാഹോറില് 1879 അല്ലെ, 6 വർഷം കഴിഞ്ഞിട്ട് ലാഹോറിൽ. ആദ്യം എവിടെയാണ്? അമൃത്സറിൽ 1873, 6 വർഷം കഴിഞ്ഞിട്ട് 1879 ലാഹോറിലും വന്നു. The Sabhas sought to rid
Sikhism of superstitious caste distinction and practices seen by them as non-Sikh. They promoted education among the Sikhs, often combining modern instruction with the Sikh teachings. They promoted education among the Sikhs, often combining modern instruction with the Sikh teaching. So, ഇത്രയായിരുന്നു നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഈ ഒരു ലാസ്റ്റ് സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? മെയിനായിട്ട് പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒത്തിരി മൂവ്മെന്റ്സിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. നോൺ ബ്രാഹ്മൺ മൂവ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞു അല്ലെ. E.V. രാമസ്വാമി നൈക്കറിനെ പറ്റിയിട്ട് പറഞ്ഞു അല്ലെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അല്ലെ. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? ദ്രാവിഡാസ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ക്രിറ്റിസിസം ആയിരുന്നു അല്ലെ. ഭഗവത്ഗീത, രാമായണം ഒക്കെ അതിനകത്തൊക്കെ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ അദ്ദേഹത്തിന് വായിക്കാൻ ഉള്ള സ്കിൽ ഉണ്ടായിരുന്നു. ആൻഡ് സനാതന ധർമ്മസഭാസ്, ഭാരത് ധർമ്മ മഹാമണ്ഡൽ, ബ്രാഹ്മൺ സഭ എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു? ഓർത്തഡോക്സ് ഹിന്ദു സൊസൈറ്റി ആയിരുന്നു. അവർ ഓർത്തഡോക്സ് ആയിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ. പിന്നെ നമ്മൾ ബ്രഹ്മസമാജിനെ പറ്റിയിട്ട് പറഞ്ഞു. ഡെറാസിയോയുടെ യങ് ബംഗാളിനെ പറ്റിയിട്ട് പറഞ്ഞു. രാമകൃഷ്ണ മിഷനും സ്വാമി വിവേകാനന്ദനും അദ്ദേഹത്തിന് അവരുടെ കോൺട്രിബ്യൂഷൻസ് അത് വേൾഡിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിനുശേഷം നമ്മൾ പ്രാർത്ഥനാ സമാജ് അല്ലെ. പ്രാർത്ഥനാ സമാജിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റിമൂവ് കാസ്റ്റ് റെസ്ട്രിക്ഷൻസ്, abolish child marriage, encourage the education of women and the ban of widow remarriage. വേദ സമാജ് ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം തന്നെ അല്ലെ. പ്രൊമോട്ട് വിഡോ റീമാരേജ്, വിമൻ എഡ്യൂക്കേഷൻ അല്ലെ. ഇതാണ് വേദ സമാജ്. പിന്നെ അലിഗർ മൂവ്മെന്റ്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, മെയിൻ ആയിട്ട് മുസ്ലിംസിന് വേണ്ടിയിട്ട്. പിന്നെ സിഖ് സഭ മൂവ്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് വിമൺ അല്ലെ, വിമൺ ഡിസ്ക്രിമിനേഷൻസ്, അതിനുള്ള മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷന് അതിനുള്ള മൂവ്മെന്റ്സ് മെയിൻ ആയിട്ട് നമ്മൾ. പിന്നെ റിലീജിയൻ ബേസ് ഉള്ളത് നമ്മൾ കുറച്ച് ടച്ച് ചെയ്തിട്ട് പറഞ്ഞു അല്ലെ. റിലീജിയൻ ടച്ച് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. കുഞ്ഞു ചാപ്റ്ററാണ്, വർഷങ്ങൾ പഠിക്കാനുണ്ട്, ഓരോരോ മൂവ്മെന്റ്സ് പഠിക്കാനുണ്ട്, ആൾക്കാരുടെ പേരുകൾ, ഏത് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, അത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.